ഏവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം മൈഗ്രെയിൻ, ചെന്നിക്കുത്ത് അഥവാ തലവേദന. നമ്മുടെ പലർക്കിടയിലും ഉണ്ടാവുന്ന ഒന്നാണ് തലവേദന. തലവേദന ഏത് സമയത്തും എപ്പോഴും ആർക്കും വരാൻ പറ്റുന്നതാണ്. നമ്മിൽ പലരും തലവേദനകൾ കൊണ്ട് വളരെയേറെ വിഷമിക്കാറുണ്ട്. കാരണം ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും മാറാത്ത തലവേദനകളുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ വന്ന തലവേദനകളുണ്ട്. മാനസിക സമ്മർദ്ദം കൊണ്ടും വിശ്രമമില്ലാത്ത ജോലി, അതുപോലെ തന്നെ സൈനസ് പ്രശ്നങ്ങൾ, ഉറക്കക്കുറവോ അല്ലെങ്കിൽ ഉറക്കം അധികമായാലോ, ശരീരത്തിലുള്ള ജലാംശം കുറഞ്ഞാലോ, ചെവിയുടെ പ്രശ്നങ്ങൾ കാരണമോ, അതുപോലെ തന്നെ സ്ത്രീകളിൽ ഹോർമോൺ മാറ്റങ്ങൾ കൊണ്ടും തലവേദന ഉണ്ടാവാറുണ്ട്. അമിതമായിട്ടുള്ള കഫീൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ മദ്യം, പുകവലിയൊക്കെ തലവേദനയ്ക്ക് കാരണമാവാറുണ്ട്. ഉച്ചത്തിലുള്ള ശബ്ദം, പ്രകാശം കൂടിയ ലൈറ്റുകൾ കൊണ്ടാൽ, അതുപോലെ തന്നെ ചില പെർഫ്യൂമുകൾ, ഇവയൊക്കെ മൈഗ്രെയിൻ ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. 90% തലവേദനകൾക്കും പ്രത്യേകിച്ചിട്ട് കാരണങ്ങളൊന്നും കണ്ടെത്താറില്ല. ചിലർക്ക് ഒരു സൈഡിൽ നിന്നും തുടങ്ങി മറു സൈഡിലൂടെ വ്യാപിച്ച് ശക്തമായ തലവേദന, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഛർദിയും തലകറക്കവും, അത് വയറിളക്കവും വയറുവേദനയും ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ബോധക്കേടും ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തലവേദന പോകും. ചിലപ്പോൾ 48 മണിക്കൂറൊക്കെ സമയം വേണ്ടി വരാം. നീണ്ടു നിൽക്കുന്ന തലവേദനകളും ഉണ്ടാവാറുണ്ട്. ഏത് തലവേദന ആയാലും തുടക്കമാണെങ്കിൽ ആദ്യമായി ഒരു വിദഗ്ധ ഡോക്ടറെ കാണാനാണ് ഏറ്റവും നല്ലത്. ഇനി പറയാൻ പോകുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതായിട്ടുള്ള തലവേദന ഏതൊക്കെയാണെന്ന് നോക്കാം. അപകടങ്ങൾ, വീഴ്ചകൾ മൂലമുള്ള തലവേദന, പെട്ടെന്ന് തുടങ്ങിയ അസഹ്യമായ തലവേദന, അതുപോലെ ഗർഭകാലത്തോ പ്രസവാനന്തരമോ വരുന്നതുമായ തലവേദന, പനി, കഴുത്തുവേദന, വെളിച്ചം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടുള്ള വേദന, തലവേദനക്കൊപ്പം കാഴ്ചക്കുറവ്, ഛർദി, രണ്ടായി കാണുക, ശരിയായ ബോധമുണ്ടാവാതിരിക്കുക, ബലക്കുറവ് എന്നിവയോടുള്ള വേദന, അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്ന രീതിയിൽ തലവേദന ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ചില ശീലങ്ങളൊക്കെ നമ്മുടെ തലവേദനയ്ക്ക് കാരണമാവാറുണ്ട്. നാം സ്വയം ഒബ്സർവേഷനിലൂടെ കണ്ടെത്തുകയും അതിനുള്ള കാരണങ്ങൾ മാറ്റുകയും ചെയ്താൽ ഒരു പരിമിതി വരെ നമുക്ക് തലവേദന, മൈഗ്രെയിൻ ഒഴിവാക്കാൻ സാധ്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് തലവേദനയ്ക്കുള്ള പ്രതിവിധികളാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യണമെന്നും മറ്റുള്ളവരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. 1. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കുടിച്ചാൽ ഗ്യാസ് സംബന്ധമായോ അതോടൊപ്പം വയറ് സംബന്ധമായിട്ടുള്ള തലവേദനയാണെങ്കിൽ മാറിക്കൊള്ളും. 2. ജലാംശം കുറഞ്ഞ തലവേദനകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ജലം ലഭ്യമല്ലാതെ വരുമ്പോൾ തലവേദന ഉണ്ടാകാം. അങ്ങനെ ഉള്ള തലവേദനയ്ക്ക് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 3. പറയാൻ പോകുന്നത് ഐസ് നിറച്ച പ്ലാസ്റ്റിക് പാക്ക് നെറ്റിയിൽ വെക്കുക. ഇതുവഴി നെറ്റിയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ മാനസിക സംഘർഷം കൊണ്ടും സൈനസ് കൊണ്ടുള്ള തലവേദന കുറയ്ക്കുവാനും ഇത് ഉപകരിക്കും. ഇനി 4. ഇഞ്ചി ചേർത്ത ചായ ദിവസം 3 പ്രാവശ്യം കുടിക്കുന്നത് ദഹനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ്. അതായത് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ തലവേദന ഉണ്ടാവാം. 5. കറുവാപ്പട്ട ചേർത്ത വെള്ളം കുടിക്കുന്നത് തലവേദന അകറ്റാൻ നല്ലതാണ്. 6. തുളസി ഇല ഒരു 4 ഇല എടുത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് തേനും ചേർത്ത് കഴിക്കുന്നതും തലവേദന അകറ്റാൻ നല്ലതാണ്. 7. മല്ലിയില വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കാം. 8. 10 മിനിറ്റ് നേരം തലയിൽ മസാജ് ചെയ്യുന്നത് തലവേദന അകറ്റാൻ ഏറ്റവും നല്ല ഒരു ഉപാധിയാണ്. 9. പറയാൻ പോകുന്നത് നമ്മൾ ഒരേ നിലയിൽ, ഒരേ പൊസിഷനിൽ ജോലി ചെയ്യുന്നവർക്ക് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാത്തതിൻ്റെ പേരിൽ കഴുത്തുവേദനയോട് കൂടി തന്നെ തലവേദന ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർ ഇടയ്ക്കൊന്ന് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നത് വളരെയേറെ ഉപകാരം ചെയ്യും.
10. അതുപോലെ തന്നെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് മിതമായ രീതിയിൽ ചൂട് പിടിക്കുന്നത് തലവേദന അകറ്റാൻ നല്ലതാണ്. ഇതുവഴി പേശികൾക്ക് നല്ലൊരു അയവ് കിട്ടുകയും ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 11ാമതായി പറയാൻ പോകുന്നത്, നല്ല തലവേദന ഉണ്ടാകുമ്പോൾ കുറച്ച് ചൂടുവെള്ളം എടുത്ത് ബക്കറ്റിലോ പാത്രത്തിലോ എടുത്തതിന് ശേഷം അതിൽ കാൽപാദം കുറഞ്ഞ സമയം മുക്കി വെക്കുന്നത് തലവേദന അകറ്റാൻ നല്ലൊരു ഉപാധിയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. കാണാം വീണ്ടും. നന്ദി.